നമ്മുടെ അടുക്കളയിൽ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് നട്ട്സും കുറച്ച് പാലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കടകളിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. വളരെ സിമ്പിളാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു ചുട്ടു പൊള്ളുന്ന ചൂടിനൊക്കെ നമുക്ക് ഇതുപോലൊരു ഗ്ലാസ് കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും വിശപ്പും മാറും, നല്ല ഫ്രൂട്ട്സും കിട്ടും, നല്ല ടേസ്റ്റി ആയിട്ടൊരു ഐറ്റം ആയിരിക്കും. അപ്പം ഇതിനായിട്ട് നമ്മൾ വാനിലയുടെ ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ എടുക്കുന്നത് നമ്മളിവിടെ 1 ലിറ്റർ പാലിലാണ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ടാണ് 4 ടേബിൾ സ്പൂൺ എടുക്കുന്നത്. 1 ലിറ്റർ പാലെന്ന് പറയുമ്പോൾ 2 പാക്കറ്റ് പാലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റിലാണ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതിയാവും. ഒരു 1/4 കപ്പ് പാലും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളതൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. നല്ല രീതിക്ക് അതൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്തിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം. ആദ്യം തന്നെ ഇത് ചെയ്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 250 ml കപ്പിൽ 4 കപ്പ് പാലാണ് എടുക്കുന്നത് കേട്ടോ. അതായത് 1 ലിറ്റർ പാൽ. നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ പാലിൻ്റെ അളവ് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇത് കൂടുതൽ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കഴിക്കുകയും ചെയ്യാം അല്ലേ. ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായതുകൊണ്ട് പെട്ടെന്ന് തീരുകയും ചെയ്യും. പാല് ഒരു ഇളം ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വാനില എസൻസ് ഒരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പാല് നമ്മൾ കൈവിടാതെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ പാൽപ്പാട് ഇങ്ങനെ മുകളിലേക്ക് വരും. മധുരത്തിന് ആവശ്യമായിട്ട് നമ്മളൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്ക് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ ആ ഒരു മിക്സ് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും അതൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഈ കസ്റ്റാർഡിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കഴിയുമ്പം പെട്ടെന്ന് തന്നെ അത് കുറുകി വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി കുറുകി വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. ഈ ഒരു ലൂസി ടൈപ്പിൽ തന്നെ നമ്മളത് ഇറക്കി വെക്കണം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ചൂടൊക്കെ തണിയുമ്പം അത് കുറച്ചും കൂടെ കുറുകി വരും. അപ്പോൾ അത് തന്നെ കുറച്ച് ഈ ഒരു പാകത്തിലേക്ക് മാറ്റി വെക്കുക. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂറൊന്ന് തണുക്കാൻ വെക്കണം കേട്ടോ. ചൂട് ആറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം തണുപ്പിച്ച ശേഷം നമുക്ക് അത് കുറച്ചായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്നൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് അടിച്ചെടുക്കുന്നത്. അതല്ല അതുപോലെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തണുപ്പിച്ചിട്ട് വെച്ചാലും മതിയാവും. ഞാനിവിടെ ഫുള്ളും ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒരു 1/2 കഷ്ണം ആപ്പിളാണ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പച്ച മുന്തിരിങ്ങ പുളിയില്ലാത്തത് എടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. കറുത്ത മുന്തിരിങ്ങ അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാമ്പഴം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം എല്ലായിടത്തും മാമ്പഴം കിട്ടുന്ന ഒരു സീസണാണ്. അപ്പോൾ മാമ്പഴം ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് മാതള നാരങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. ഈ ഫ്രൂട്ട്സൊക്കെ നമ്മൾ നേരത്തെ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു സമയം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിസ്തയും കുറച്ച് കാഷ്നട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ നിങ്ങൾക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മധുരത്തിന് നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു പാകമാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു കറക്റ്റ് പാകം കിട്ടാൻ നമ്മളത് ചെയ്തെടുക്കുമ്പോൾ തന്നെ കുറച്ച് ലൂസായിട്ട് തന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു പാലിൻ്റെ മിക്സ് തയ്യാറാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ്സൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ വിശപ്പൊക്കെ മാറുകയും ചെയ്യും. നല്ല സുഖമായിരിക്കും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇത്രയും ഫ്രൂട്ട്സ് ഇല്ല, കുറച്ച് ഫ്രൂട്ട്സ് മാത്രമേ ഇല്ലെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്കോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓപ്ഷണലാണ്. അധികം മധുരം ഇഷ്ടമല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ്
ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ശരിക്കും നമുക്ക് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയാം. പുതിയ വീഡിയോ